അപ്പോൾ ഇതുപോലെ പഴം ഒന്നിച്ച് പഴുത്തു തോലൊക്കെ കറുത്ത് പോയാൽ വെറുതെ കളയണ്ട, കുട്ടികളൊന്നും കഴിക്കില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്കത് വെച്ച് നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ മുടിയും മുഖവും മിനുക്കാനായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ മിക്സർ ജാറിലേക്ക് ഇതുപോലെ കറുത്ത തോലായിട്ടുള്ള പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു മുട്ട കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ മുട്ടയൊന്നും ചേർക്കാതെയാണ് അരച്ചേക്കുന്നത്. അപ്പോൾ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ മുടിക്കും മുഖത്തിനും വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ നല്ല പഴം നല്ല മിനുസമായിട്ട് അരച്ചെടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും 2 സ്പൂൺ മാറ്റിയെടുക്കുന്നുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടി ഒരു ചെറിയൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ മേടിച്ച മഞ്ഞൾപ്പൊടി ഉപയോഗിക്കേണ്ട, നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാൽ മതി. ഇതിലേക്ക് 2 സ്പൂൺ പഴം അരച്ചതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് പുരട്ടിയിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖം നല്ല സ്മൂത്തായിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ്സും കിട്ടും. അപ്പോൾ പഴം കൊണ്ട് നമുക്ക് മുഖം അതുപോലെ തന്നെ ഇനി മുടി മിനുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ബാക്കിയുള്ള പഴം ഉണ്ടല്ലോ, പഴം അരച്ചത്, ആ ബാക്കി പഴം അരച്ചത് അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു മുട്ട മുഴുവനായിട്ട് ചേർക്കാമെന്ന്. മുട്ട ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആ മുട്ട ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയും പഴവും കൂടി അടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ ആ എണ്ണയും ചേർത്തിട്ട് അടിച്ചെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുടിയിൽ നമ്മൾ പുരട്ടുന്ന എണ്ണ പുരട്ടിയതിന് ശേഷം ഈ മിശ്രിതം നമ്മുടെ തലയിൽ പുരട്ടി 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഷാമ്പു ഇട്ട് കഴുകിയ പോലെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. വേറെ ഷാമ്പു ഉപയോഗിക്കണമെന്നില്ല. മുട്ടയുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യാം കേട്ടോ. പഴം ഏതായാലും കുഴപ്പമില്ല കേട്ടോ.